I'm just going to start a new series called വിശേഷം. അടുത്തുള്ള ബാംഗ്ലൂർ പോയിട്ട് ഞാനിങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആരും കാണാത്തൊരു ബാംഗ്ലൂർ കണ്ടു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പലരും എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നല്ലൊരു പ്ലാനിങ്ങിലായിരിക്കും പോകുന്നത്. പക്ഷെ ഞാൻ രാവിലെ പ്ലാൻ ചെയ്ത് വൈകുന്നേരം പോയൊരു സെറ്റപ്പായിരുന്നു. ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം സോളോ ട്രിപ്പ് പോകണം എന്നൊരു പ്ലാനിങ്ങിൽ ഞാൻ നിൽക്കുമായിരുന്നു. ആദ്യം പ്ലാൻ ചെയ്ത് പഞ്ചാബായിരുന്നു. എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേയും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോകാൻ വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റേ അവിടെ ഫ്രീ ആയിരിക്കും. എനിക്ക് സ്റ്റേക്ക് വേറെ എക്സ്പെൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇവിടുന്ന് പോയത് ട്രെയിനിനായിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ട്, അതായത് ഞാൻ എവിടെ എത്തിയാലും ലേറ്റായിട്ട് എത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ട്രെയിൻ മിസ്സാവേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി. പക്ഷേ ഞാൻ എത്തിയത് കറക്റ്റ് ട്രെയിനിൻ്റെ സമയത്തായി. ഇവിടുന്ന് 1 മണിക്കൂറൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ എത്തിയത് 1 മണിക്കൂർ എടുത്തിട്ടാണ്. ഞാൻ സീറ്റിൽ കയറിയിരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലുള്ള കമ്പാർട്ട്മെൻറ്റ് ഫ്രീ ആണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങി. പക്ഷെ അവർ ഇങ്ങോട്ടേക്ക് അധികം സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ടീം വന്നു. അവർ തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ 2 മാസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വണ്ടർലയിൽ പോകാൻ വേണ്ടി മാത്രം, അതായത് ബാംഗ്ലൂർ വണ്ടർലയിൽ പോകാൻ വേണ്ടി മാത്രം